അപ്പൊ ഇനി ഷോപ്പിംഗ് ഇല്ലേ അമ്മേ? ഇവിടെ സാധനങ്ങൾ വാങ്ങണ്ടേ? മേടിക്കണം. അതാണ് പൊങ്കാലയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കാറുണ്ടല്ലേ ചില സമയത്തൊക്കെ. ഞാനിങ്ങനെ വിചാരിക്കുന്നത് നേരത്തെ വാങ്ങിച്ചു വെച്ചുകൂടെയെന്ന്. പക്ഷെ ആ സമയത്ത് വാങ്ങിച്ചാൽ ഒരു സുഖമുള്ളൂ അല്ലേ? പൊങ്കാലയൊക്കെ കഴിഞ്ഞിട്ട് മേടിച്ചോണ്ട് പോകും. ഇതൊക്കെയാണ് ഇത്തവണ വാങ്ങണമെന്ന് വിചാരിച്ച സാധനങ്ങള്. കൊച്ചുമക്കൾക്കുള്ള സാധനങ്ങൾ. അതാണ് അമ്മൂമ്മമാരുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. കൊച്ചുമക്കൾക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ചെല്ലണം. എന്നാണ് പറയുന്നത്. എവിടുന്നാ? ഉമ്മന്നല്ലൂർ. ചേട്ടാ ഇത്രയും സ്ത്രീകളുടെ ഇടയിൽ നിൽക്കുന്ന ഒരാൺതരി എവിടുന്ന ചേട്ടാ? കൊട്ടാരക്കര. എന്നിട്ടോ എത്ര പേരാ വരുന്നത്? വൈഫുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് വരുവാണോ? അപ്പൊ ഈ തിരക്കിന്റെ ഇടയ്ക്ക് വരണോന്നൊക്കെ ചോദിച്ചായിരുന്നു. തിരക്കിന്റെ ഇടയ്ക്ക് നിൽക്കില്ല, അമ്പലത്തിൽ അമ്മയെ കാണാൻ. കുഴപ്പമില്ല, തിരക്കൊന്നും നമുക്കൊരു പ്രശ്നമില്ല. രണ്ട് ആൺമക്കളും ഭാര്യയായിട്ട് വന്നിരിക്കും. അപ്പൊ പൊങ്കാല ഇടുന്നുണ്ടോ? പൊങ്കാല ഇടുന്നുണ്ട്. എവിടാ സ്ഥലമൊക്കെ കിട്ടിയോ? അപ്പൊ അതാണ്. അപ്പൊ ഇവിടെ തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അതിഥികളെ വരവേൽക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. എല്ലാ വീടുകളും, ഒരു വീടുകളിലും ഇന്ന് അടക്കില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും ശുചിമുറി സൗകര്യം വേണമെങ്കിൽ അത്, വെള്ളം വേണമെങ്കിൽ അങ്ങനെ, ആഹാരം ഒരു നേരത്തെ വേണമെങ്കിൽ അങ്ങനെ, അങ്ങനെ എല്ലാം കൊണ്ടും മനസ്സുകൊണ്ടൊക്കെ തുറന്ന് ഇടുന്ന ഒരു ദിവസമാണ് ഇത്. എവിടുന്നാണ്? ചന്ദനത്തോപ്പ് മാമൂട്. എപ്പോഴെന്നാ വന്നേ? ഇന്നിപ്പോ രാവിലെ വന്നു. എവിടെ പൊങ്കാല ഇടുന്നേ? ഇച്ചിരി ഒന്ന് ക്യൂ നീങ്ങിയതിന്റെ ഒരു സന്തോഷം ആ മുഖത്തുണ്ട്. കൊറേ നേരം നിന്നതിന് ശേഷം തള്ളാണോ? തള്ള് വൈകാരിക വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഒരു കുഴപ്പമില്ല. പൊങ്കാല എവിടെ ഇടുന്നേ? റെയിൽവേ സ്റ്റേഷൻ അടുത്ത്. അവിടെ കിട്ടിയുള്ള സ്ഥലം. അവിടെ കിട്ടിയുള്ളൂ. ശരി നടക്കട്ടെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് പേര് ഇപ്പൊ ക്യൂ ഒന്ന് അയഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചു പേരെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അല്ലെങ്കിൽ തിരക്ക് നമ്മൾ കാണുന്നു. രണ്ട് വശത്തിന്റെ എവിടെ പോവാ? തൊഴാൻ പോവാ. ഇവിടെ ഇത് വരിയാണ്, ക്യൂ ആണ്. പക്ഷെ കേറാൻ പറ്റണ്ടേ? ക്യൂവിന്റെ അങ്ങേ അറ്റം കിടക്കണം. മാഡം പറഞ്ഞ പോലെ അങ്ങേ അപ്പുറത്തായി പോയി. കാരണം അത് കുഴപ്പമില്ല, സാരമില്ല. അവരെല്ലാരും കിട്ടും നമുക്ക്. അമ്മയുടെ പൊങ്കാലിടാൻ തിരക്കല്ലേ, അതിന് പട്ടുപോയ പണി കിട്ടൂലേ? തൃപ്പൂണിത്തുറ. അപ്പൊ എന്നാ പറഞ്ഞേ? അവിടെ ഞങ്ങള് ഇന്ന് രാവിലെ 4 മണിയപ്പോ ഞാൻ കാണിച്ചു തരട്ടെ അമ്പലം. ഇവിടെ പോയി റൈറ്റിലേക്കാണ് അമ്പലം. ഇവിടെ നേരെ പോവുക റൈറ്റിലേക്ക്. പക്ഷെ കേറാൻ പറ്റില്ല, ഈ ക്യൂവിൽ നിന്നാലേ കേറാൻ പറ്റുള്ളൂ. ക്യൂവിന്റെ അറ്റം. മാഡം പണിയിലാണ്, അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞത് ജോലിക്കിടയിലായതുകൊണ്ടാണ്. എന്താണ് പറയാനുള്ളത്? എവിടെന്നാണ് വരുന്നത്? ആണോ? എവിടെ പൊങ്കാല ഇടുന്നേ? അവിടെ അപ്പം വേണമെങ്കിൽ നേരത്തെ പിടിച്ചല്ലോ, രാവിലെ വന്നല്ലോ. 5ന്റെ ബസ്സിൽ വന്നു. ഇനി എന്നാ ഇപ്പോഴേ തിരിച്ചു പോകുന്ന? നാളെ വൈകിട്ടേ പോളോ? അതോ കഴിഞ്ഞ ഉടനെ നിവേദ്യം കഴിഞ്ഞ ഉടനെ പോകും? ശരി. എന്തൊക്കെയാ ഇടുന്നേ? ഇത് 3 കലത്തി പൊങ്കാല. ഞാനൊരു കലത്തില് മാത്രമല്ല, വഴണയിലയും വഴണയൊക്കെ ഉണ്ടാവും, മണ്ടപ്പുറ്റുണ്ട്, എല്ലാം ഉണ്ട്. പായസം, വെള്ളപ്പായസം എല്ലാം ഉണ്ട്. ഗംഭീരമായിട്ട് പൊങ്കാല ആശംസകൾ കേട്ടോ. താങ്ക് യു. അപ്പൊ ഇങ്ങനെ ഒരു ക്യൂവിന്റെ അറ്റം നോക്കി പോകുന്നവരെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. അത്രയും ആളുകളുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ചടങ്ങുകളിലേക്ക് നമുക്ക് ഒന്നുകൂടി പോകാൻ തോന്നുന്നു. ചടങ്ങുകളിലേക്ക് പോകുമ്പോൾ നാളെ ഇത്തവണത്തെ പൊങ്കാലയ്ക്കുള്ള പ്രത്യേകത നേരത്തെയാണ് നിവേദ്യം എന്നുള്ളതാണ്. മറ്റേത് നമ്മൾ കുറെ നേരം കാത്തിരിക്കണം. അടുപ്പോട്ട് ചടങ്ങ് കഴിഞ്ഞാൽ 10:15 അടുപ്പോട്ട് ചടങ്ങുണ്ട്. പണ്ടാരടുപ്പിൽ തീ പകരുന്നതോടെയാണ് ബാക്കിയുള്ള ചുറ്റുവട്ടത്തുള്ള എല്ലാ അടുപ്പിലേക്കും തീ പകരുക. അതിനുശേഷം അത് വെന്ത ശേഷമുള്ള കാത്തിരിപ്പാണ്. പിന്നെ നിവേദ്യം ഇത്തവണ 1:15 അപ്പൊ അതുകൊണ്ട് വളരെ കുറച്ച് നേരത്തെയാണെന്നുള്ളതിന്റെ ഒരു ആശ്വാസമുണ്ട്. പ്രത്യേകിച്ച് കാലാവസ്ഥ പ്രതികൂലമാണ്. കാലാവസ്ഥ വകുപ്പ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ ചൂട് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ഹരിത പ്രോട്ടോകോൾ പ്രകാരമാണ് ഇത്തവണയും പൊങ്കാല എന്നുള്ളതുകൊണ്ട് നമുക്കറിയാം. പ്ലാസ്റ്റിക് നേരത്തെ തന്നെ കഴിഞ്ഞ പല തവണത്തെയും പൊങ്കാലകൾ പോലെ തന്നെ ഇത്തവണ ഹരിത പ്രോട്ടോകോൾ ശക്തമാക്കുന്നുണ്ട്. പക്ഷെ ഓരോ തവണയും പൊങ്കാലയ്ക്ക് ആളുകൾ കൂടുന്നതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അത് ക്ഷേത്രം ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ആർക്കും ഒരു പരിഗണനയും ലഭിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. കാരണം എല്ലാവരും വരിയിൽ നിന്നിട്ടാണ് ദേവിയെ തൊഴാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വഴിപാടുകളുടെ കാര്യം കൂടി നമുക്ക് പറയണം.
ക്ഷേത്രത്തിൽ എന്തൊക്കെ വഴിപാടുകളുണ്ട് എന്ന് ഈ ആറ്റുകാലിലേക്ക് വന്ന് പൊങ്കാല ഇടാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടാകും. അപ്പൊ അവരൊക്കെ നമ്മളെ പോലെ ചാനലുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടാകും. അവരോടൊക്കെ പറയാനുള്ളത് ന്യൂസ് 18 നിങ്ങളോടൊപ്പം പൂർണ്ണമായും ഉണ്ടാകും, പൂർണ്ണ സമയത്തും ഉണ്ടാകും. നാളെ രാവിലെ 6 മണി മുതൽ തത്സമയ സംപ്രേഷണം ഉണ്ടാകും. അപ്പോ നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാം. മനസ്സുകൊണ്ട് നിങ്ങൾ ഇവിടെയാണ് എന്ന് അറിയാം. ശരീരം കൊണ്ട് ഇവിടെ എത്താൻ കഴിയാത്ത, പല കാരണങ്ങൾ കൊണ്ട് എത്താൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടാകും. അപ്പൊ അവരോടും കൂടി പറയാണ്, നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകൾ മുഴുവനായിട്ടും ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. മറ്റൊരു കാര്യം, ഇവിടുത്തെ വഴിപാടുകളെ കുറിച്ച് പറയുമ്പോൾ വിളക്കുകെട്ടൊക്കെ കാണാനായിട്ട് ആദ്യമായിട്ട് വരുന്നവർക്കൊന്നും അറിയില്ലായിരിക്കും. വിളക്കുകെട്ട് കാരണം ഒരുപാട് ദിവസങ്ങളായിട്ട് നമ്മൾ ഈ റോഡിലൂടെയൊക്കെ തിരുവനന്തപുരംകാർക്ക് അറിയാൻ പോകുമ്പോൾ വിളക്കുകെട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് ഈ ഭക്തന്മാർ സമർപ്പിക്കുന്ന വിളക്കുകെട്ട്. വിളക്കുകെട്ട് ഇങ്ങനെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ഇങ്ങോട്ടേക്ക് എത്താറ്. അതെത്തി ദേവിക്ക് സമർപ്പിക്കുന്നതായാണ്. ഒപ്പം കുത്തിയോട്ട ബാലന്മാരുണ്ട്. നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്ക് എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ ആറ്റുകാൽ ദേവിയുടെ മുമ്പിലും പ്രാധാന്യമുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളുടെ കുത്തിയോട്ട ബാലന്മാരുടെ വ്രതം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേവീദാസന്മാരെന്നാണ് പറയുന്നത്. അവരുടെ കുത്തിയോട്ടവും നടക്കുന്നത് നാളെ വൈകുന്നേരമാണ്. അപ്പൊ 9ാമത്തെ ദിവസമാണ്. 10 ദിവസം ഉത്സവമാണ്. അതിൽ 9ാമത്തെ ദിവസമാണ് ഇവിടെ പൊങ്കാല നടക്കുന്നത്. അപ്പോ പൊങ്കാല ചടങ്ങുകൾ നമ്മൾ പറഞ്ഞു, ഗതാഗത ക്രമീകരണം പറഞ്ഞു, ഹരിത പ്രോട്ടോകോളൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് നമുക്ക് കുറച്ച് ചേച്ചിമാരിലൂടെ പോവാം. അമ്മ എവിടെന്നാ? ആറ്റിങ്ങൽ. ആദ്യമായിട്ടാണോ അതോ ഒരുപാട് ഫ്രെയിമിലേക്കൊക്കെ പലയിടത്ത് നിന്ന്? കുഴപ്പമില്ല, വരൂ, നമുക്കൊന്ന് പരിചയപ്പെട്ടു പോവാം. എവിടെന്നാണ് വരുന്നത്? ഞങ്ങള് പത്തനാപുരം. എന്നാ വന്നേ? ഇന്നലെ. പേര് പറയാമോ? ജയ. എല്ലാ തവണയും പൊങ്കാല ഇടാറുണ്ടോ? പുറകോട്ട് പോവാം. എല്ലാ തവണയും 2 വർഷമായിട്ട്. 2 വർഷമായിട്ട്. അപ്പൊ ഇത്ത കാര്യമൊക്കെ നടന്നുകൊണ്ടാണ് പിന്നെയും വന്നത്? അതെ. അപ്പൊ കണ്ടോ, ഇതുപോലെ ഒരുപാട് പേര്. അപ്പൊ നടക്കട്ടെ, പൊങ്കാല ആശംസകൾ. അപ്പൊ പല സൈഡിൽ നിന്നും പല ഇടത്തു നിന്നും വരുന്ന ആളുകൾ, അവരെല്ലാവരും പൊങ്കാലയെ സംബന്ധിച്ചിടത്തോളം വന്ന ശേഷം സൗഹൃദം സ്ഥാപിച്ചു പോകുന്ന ഒരുപാട് പേരാണ്. പൊങ്കാലയ്ക്ക് മാത്രം കാണുന്ന കുറെ സുഹൃത്തുക്കൾ അവിടെയുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോ ആറ്റുകാലിനെ സംബന്ധിച്ചിടത്തോളം നട തുറന്നിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ക്യൂവില് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു ആളുകൾ. എവിടെന്നാ വരുന്നേ? ഏറ്റുമാനൂര്. അപ്പൊ എന്നാ വന്നേ? ഞാൻ ഇന്ന് വെളുപ്പിന് വന്നു. ട്രെയിനിന് പോന്നു? ഇല്ല, ബസ്സിന് വന്ന അവിടെ. അപ്പൊ എത്ര പേരാ നിങ്ങൾ വന്നത്? 40 പേര്. 40 പേര് എത്തിയോ? ശരി. അപ്പൊ എല്ലാ തവണയും വരാറുണ്ടോ? എല്ലാ തവണയും ഇല്ല, വരാൻ പറ്റുന്ന സമയങ്ങളൊക്കെ വരും. എന്താണ്? ഹലോ മാം. Hi. Your name, please? Monica. Where are you from? From Italy. How do you feel about our Pongala? I feel a strong energy and a powerful energy, feminine energy. Yes. I came for this. I came here for this festival. And you are a professional? I am a teacher and a visual anthropologist. Very nice to meet you. Nice to meet you. Thank you and happy Pongala. Happy Pongala for you Thank too. you. Thank you. അപ്പൊ ടീച്ചറാണ്. അപ്പോ പറഞ്ഞതാണ് ഫെമിനൈൻ എനർജി ഫീൽ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോ അത്തരത്തിൽ സ്ത്രീകളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് വെറുതെ അല്ല എന്ന് മനസ്സിലായി കാണുമല്ലോ. പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും നമ്മുടെ എനർജി കണ്ടിട്ട്, ഇത്രയും സ്ത്രീകളെ ഒരുമിച്ച് കണ്ടിട്ട് അവർ ഞെട്ടുവാണ്. കണ്ടോ, വിദേശ വനിതയൊക്കെ കണ്ടിട്ട് എങ്ങനെ ഞെട്ടുകയാണ്. ഇത്രയും പേരോ, ഇത്രയും പെണ്ണുങ്ങളോ എന്നാ ചോദിക്കുന്നത്. എവിടെന്നാ വരുന്നേ? എറണാകുളം. എറണാകുളത്ത് എവിടെയാ? തൃപ്പൂണിത്തുറ. പൊങ്കാലയ്ക്ക് എല്ലാ തവണയും വരാറുണ്ടോ? ഇല്ല, 2ാമത്തെ തവണ. ആദ്യമായിട്ടാണോ? അല്ല, 2ാം തവണ. അപ്പൊ എത്ര പേര് നിങ്ങൾ വന്നേക്കുന്നത്? 26 പേര്. 26 പേര്. ആഹാ, ഒരു വലിയ സംഘമാണല്ലോ. 26 പേര്. അപ്പൊ എത്ര ദിവസത്തെ പ്ലാനിങ് ആയിരുന്നു? അത് അറേഞ്ച് ചെയ്ത് ഇദ്ദേഹം. അപ്പൊ ചോദിക്കാൻ ഞാൻ, സംഘാടക സമിതി കൺവീനറെ കിട്ടിയിട്ടുണ്ട്. പേരെന്താ? രമ്യ. എങ്ങനെയായിരുന്നു നിങ്ങളൊരു കൂട്ടായ്മ നേരത്തെ ഉണ്ടോ അതോ പൊങ്കാല കൂട്ടായ്മ? ഞാൻ 14ാമത്തെ കൊല്ലപ്പെടുന്നത്. ഗംഭീരം. അപ്പൊ ഞങ്ങളൊരു ഒരുമിച്ച് ഒരു സ്ഥലത്ത് നമ്മൾ ഈ സ്ത്രീകളുടെ ശബരിമല എന്നാ പറയുന്നത്. അപ്പൊ നമ്മള് ശബരിമല പോകുമ്പോഴത്തേക്കിനും ഈ ഇത് മൊത്തത്തിൽ നോക്കുന്ന ആളിനെ നമ്മൾ എന്താ പറയുന്നത്? ഗുരുസ്വാമി എന്ന് പറയാറുണ്ട്. അപ്പൊ ഗുരുസ്വാമി ആയല്ലേ, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും രമ്യക്ക്. അറിയാം. അപ്പൊ നിങ്ങളെ 24 പേര് വന്നിരിക്കുക. 26 പേര്. എങ്ങനെ വന്നേ? ഞങ്ങൾ ട്രാവലർ എടുത്തു. നാളെ പോത്തുള്ളൂ? നാളെ എല്ലാം കഴിഞ്ഞ് പോകും. പൊങ്കാല എല്ലാം കഴിഞ്ഞ യൂണിഫോം ഒക്കെയാണോ? ഇല്ല, യൂണിഫോം ഒന്നും അങ്ങനെ യൂണിഫോം. അപ്പൊ പൊങ്കാല നടക്കട്ടെ കേട്ടോ. ഗംഭീരമായിട്ട് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അപ്പൊ അങ്ങനെ ഒരുപാട് സംഘങ്ങളായിട്ട് പൊങ്കാലയ്ക്ക് എത്തുന്നവരും ഉണ്ട്, നിരവധി ആളുകളുണ്ട്. അപ്പൊ ഈ പൊങ്കാല വൈബ് ഇവിടെ തീരുന്നില്ല. കുറച്ച് സന്ധ്യയായി കഴിയുമ്പോൾ ഇന്ന് സത്യത്തിൽ നേരത്തെ ഒരു ചേച്ചി പറഞ്ഞ പോലെ ചൂട് ഇച്ചിരി കുറവുണ്ട്, അല്ലെങ്കിൽ ഒരു വെയിലിന് ഇച്ചിരി ഒരു സമാധാനമുണ്ട്. അതുകൊണ്ട് അങ്ങനെ എല്ലാവരും സുഖത്തിൽ നിൽക്കുകയാണ്. പക്ഷെ ക്യൂ നല്ല നീളത്തിലുണ്ട്. തൊഴാൻ വരുന്നവരുണ്ടെങ്കിൽ ഈ കാണുന്നതാണ്
നിങ്ങൾ ഈ കാണുന്നതാണ്. അകത്തേക്ക് ഇതുവരെ എത്തിയിട്ടില്ല ഇവരൊന്നും എന്നുള്ളതാണ്. മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരും അമ്മയെ ഒന്ന് തൊഴണമെങ്കിൽ. അപ്പൊ എന്തായാലും ഈ പൊങ്കാല വൈബ് ഇവിടെ അവസാനിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഈ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.